ചേട്ടാ, അങ്ങനെ പശ്ചിമേഷ്യയിൽ യുദ്ധസമാന സാഹചര്യം തന്നെയാണ്. ഇന്നും വലിയ സമാധാനമൊന്നുമില്ല. മാത്രമല്ല, യു എസിന്റെ എല്ലാ ബേസുകളിൽ നിന്നും ഇറാനെ വളഞ്ഞുകൊണ്ടുള്ള F-15 വിമാന യുദ്ധങ്ങളെല്ലാം എല്ലാ പ്രധാനപ്പെട്ട വിമാന യുദ്ധങ്ങളും തമ്പടിച്ചിരിക്കുകയാണ്. ഒരു ഒരു എന്താ പറയുക, ഒരു ബട്ടൺ അമക്കിയാൽ ലോകമഹായുദ്ധം എന്ന രീതിയിൽ പോലെ ട്രംപിന്റെ ഒരു എസ് പറഞ്ഞാൽ അപ്പൊ ഇറാനെ ആക്രമിക്കും എന്ന ഘട്ടത്തിലാണ്. അതായത് നമ്മളിപ്പോ ഒരു സമാധാന ചർച്ചയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഈ എന്താ പറയാ ഡോൺ ഒക്കെ മെയിൻ ആവുന്ന സിനിമകളിലൊക്കെ വന്നിരുന്ന എന്താ ഗാങ്സ്റ്റേഴ്സിന്റെ ലീഡർ വന്നിട്ട് ഒരു കയ്യിൽ ഒരു കത്തി അല്ലെങ്കിൽ ഒരു റിവോൾവറോ കാണും, അത് മേശപ്പുറത്ത് വെച്ചിട്ടായിരിക്കും സംസാരിക്കാൻ വന്നിരിക്കുന്നത്. എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ അപ്പം പൊട്ടിക്കും എന്ന അർത്ഥത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളവും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാര്യം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു യുദ്ധമൊന്നും താങ്ങാനുള്ള ശേഷി അവർക്കില്ല. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരെ വളരെ എക്സ്പെൻസീവ് ആണ്. മാത്രമല്ല, വീണ്ടും പശ്ചിമേഷ്യ ഒരു അനിശ്ചിതത്വത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാര്യമാണ്. അടിയന്തരമായി ഇറാനും അമേരിക്കയും ചർച്ച, എനിക്കൊന്ന് വ്യാഴാഴ്ച ജനീവയിൽ വെച്ചിട്ട് ചർച്ചയുണ്ട്. ട്രംപ് ഒരു 10 ദിവസം 15 ദിവസം വരെ സമയം ഇപ്പോഴും അനുവദിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഈ ആണവ കരാറിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളതാണ് ട്രംപിന്റെ നിലപാട്. അത് ഉണ്ടാക്കിയെടുത്തു കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. പക്ഷെ ഇറാന്റെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഖമനയെ പോലെയുള്ള കടൽ കിഴവൻ ഭരണകൂടം ഇതിനൊന്നും സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അവരെ സംബന്ധിച്ചിടത്തോളം ആണവ സമ്പുഷ്ടീകരണം നടത്തണം, ആണവ ബോംബ് അവർക്ക് ഉണ്ടാക്കണം, അവർക്ക് ആണവ ശക്തിയായി പൂർണ്ണമായും അർത്ഥത്തിൽ മാറേണ്ടതുണ്ട്. പക്ഷെ ഇതൊന്നും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അല്ല, ലോക രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സമാധാനപരമല്ല, സേഫ് അല്ല, സുരക്ഷിതത്വമല്ല. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്. മാത്രമല്ല, അങ്ങനെ ഒരു തെമ്മാടി രാജ്യത്തൊന്നും വളരാൻ അങ്ങനെ അനുവദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ആണവ കരാറിൽ ഇറാൻ ഒപ്പിടുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇറാനിൽ ഇപ്പോ ഖമേനിയെ സംബന്ധിച്ചിടത്തോളം ഖമേനിക്ക് ഭയമായി തുടങ്ങി, താൻ ഒരുപക്ഷെ വധിക്കപ്പെട്ടേക്കാം. അത് കഴിഞ്ഞ ദിവസം പറയുകയും ചെയ്തു. ട്രംപ് ഇത് പറഞ്ഞതായി പ്രധാനപ്പെട്ട മീഡിയ ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപ് ഒഫീഷ്യൽ ഡിക്ലറേഷൻ നടത്തിയിട്ടില്ലെങ്കിലും ട്രംപിനെ ഉദ്ധരിച്ചുകൊണ്ട് പല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഖമനയെയും കൊല്ലും, ഖമനയുടെ മകനെയും കൊല്ലും എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് അദ്ദേഹം 4 പേരെ അദ്ദേഹത്തിന്റെ പകരം പ്രധാനപ്പെട്ട പദവിയിലേക്ക് ഞാൻ കൊല്ലപ്പെട്ടാൽ അല്ലെങ്കിൽ എന്നെ പിടിച്ചുകൊണ്ട് പോയാൽ പകരം ആ ഇറാന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി 4 പേരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരുടെ പേരെല്ലാം പുറത്തുവിട്ടില്ല. അതാണ് ഖമനയി ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വേച്ഛാധിപത്യ ഭരണകൂടം തന്നെ തുടരണം. ഇറാനിൽ ഒരു ഭരണമാറ്റം വേണമെന്നും അവിടെ ജനാധിപത്യ സർക്കാർ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിലെത്തുന്ന തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന, ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വരണമെന്ന് ആ നാട്ടിലെ ജനങ്ങൾ ആവശ്യപ്പെട്ടാൽ പോലും ഇങ്ങനെയുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടം അതിനെ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് അതിന് പിന്നിലുള്ള യാഥാർത്ഥ്യം. ഷാ ഭരണകൂടത്തെ അട്ടിമറിച്ചത് തന്നെ ഈ ഒരു എന്താ പറയാ ഇറാന്റെ ദുർഗതി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ ഘട്ടത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഇവര് പ്രക്ഷോഭം നടത്തിയപ്പോൾ ആള് കരുതി ഇവരാണ് ശരിയെന്നാണ്. പക്ഷേ വന്ന് കയറിയപ്പോഴാണ് മനസ്സിലായത് വേനയാണ് വന്നതെന്ന്. കാരണം പിന്നെ ഇത്രയും വർഷം അവർ അടക്കി പിടിച്ചങ്ങോട്ട് ജനങ്ങളെ, സ്ത്രീകളെ ഒക്കെ തന്നെ അവർ മനുഷ്യരുടെ കണക്കാത്തിരിയിലാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് ഭരണകൂട മാറ്റം ആവശ്യമുണ്ട്, ഭരണമാറ്റം ആവശ്യമുണ്ട്. ആ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് അന്താരാഷ്ട്ര നിയമങ്ങളോട് ഇറാനെ പോലൊരു തെമ്മാട് രാജ്യം കാര്യങ്ങൾ അറിഞ്ഞും കളിച്ചും മര്യാദയ്ക്ക് നിൽക്കേണ്ടതുണ്ട്. ചൊൽപ്പടിക്ക് നിൽക്കുക എന്ന് പറഞ്ഞാൽ ആരാണ് ഈ ചൊൽപ്പടി നിശ്ചയിക്കുന്നതാണ് പല ആളുകളും ചോദിക്കുന്നത്. അമേരിക്കയ്ക്ക് എന്താണ് ഇതിൽ കാര്യമെന്നാണ് ചോദിക്കുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ വ്യക്തിപരമായ എന്തെങ്കിലും താല്പര്യങ്ങൾ കൊണ്ട് മാത്രമല്ല അമേരിക്ക ഇതിൽ ഇടപെടുന്നത്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇൻവെസ്റ്റ്മെന്റുകൾ, ട്രംപിനെ സംബന്ധിച്ചിടത്തോളം കുറെ നിക്ഷേപ സാധ്യതകളും സ്വാധീനങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഇസ്രായേലിനെ പോലെ രാജ്യത്തെ സംരക്ഷിക്കേണ്ടുന്ന അമേരിക്കയുടെ സഖ്യകക്ഷിയാണ് ഇസ്രായേൽ. അതിനെ സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന അല്ലെങ്കിൽ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ആണവ കരാറിന് ഇറാൻ ഒപ്പുവെക്കേണ്ടതുണ്ട്. ഈ സാമൂഹിക മര്യാദകൾ ഇറാൻ ലംഘിക്കുന്നത് കൊണ്ടാണ് അമേരിക്ക ഇതിൽ മുൻകൈ എടുക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അമേരിക്ക ഒരു യുദ്ധത്തിലേക്ക് പോകുമെന്നത്. പക്ഷേ അതാണ് 10-15 ദിവസം എക്സ്റ്റൻഷൻ കൊടുത്തേക്കുന്ന കാര്യം തന്നെ. പരമാവധി യുദ്ധം ഒഴിവാക്കാൻ തന്നെ ആയിരിക്കും. പിന്നെ ഒന്ന് വരട്ടുക എന്നുള്ളത് പ്രധാനമാണ്. അണിയറത്തി കഴിയുമ്പോൾ ഇറാൻ ശരിക്കും ഭയന്നു. അല്ലെങ്കിൽ ഖമേനി ഇങ്ങനെ പറയില്ല, എനിക്ക് എന്നെ കൊല്ലപ്പെട്ടേക്കാം, അതുകൊണ്ട് എനിക്ക് പിൻഗാമികളായിട്ട്. നമ്മൾ വെനസ്വേലയിൽ മഡുറോയെ തട്ടിക്കൊണ്ടു പോയതുപോലൊന്നും ഖമനയെ വേണമെങ്കിൽ പുഷ്പം പോലെ ഇവർക്ക് തട്ടിക്കൊണ്ടു പോയില്ല. പക്ഷേ അത് ചെയ്യാതിരുന്നത് അറബ് രാഷ്ട്രങ്ങളുടെ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ്. അപ്പൊ അതിൽ മതപരമായ കാരണങ്ങൾ കൂടിയുണ്ട്. മറ്റൊരു വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകരുത്, സമാധാനത്തോടെ പോകണം എന്നുണ്ട്. പക്ഷെ അടിസ്ഥാനപരമായി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൈവിട്ടു പോയാൽ യുദ്ധം ഉണ്ടാക്കുന്നതിൽ അമേരിക്കയ്ക്ക് മടിയൊന്നുമില്ല. കാര്യം കഴിഞ്ഞ വർഷത്തെ 12 ദിവസം നീണ്ടു നിന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന് ശേഷം അതിനെ തീർപ്പാക്കാൻ വേണ്ടി അമേരിക്ക കൊണ്ടുവന്ന് ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആണവനിലയങ്ങളിൽ ബോംബിട്ടതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഓപ്പറേഷൻ മിഡ്നൈറ്റ് എന്താണോ, മിഡ്നൈറ്റ് ഹെറാൾഡ് സംതിങ് അങ്ങനെയാണ് അതിന്റെ പേരുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യം ഇപ്പോഴുണ്ട്. മാത്രമല്ല, ഇന്ത്യക്കാരോട് അവിടെ നിന്ന് മടങ്ങി വരാൻ ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ടു. നിങ്ങൾ അവിടെ നിൽക്കരുത്, യുദ്ധം, അതായത് ഏത് ഘട്ടത്തിലും യുദ്ധം ഉണ്ടാകാം,
അത് ട്രംപിന്റെ ഒരു മനമാറ്റത്തിന്റെ ഇത് മാത്രമേ ഉള്ളൂ. എപ്പോഴാണോ നമ്മളൊരു മുൻകരുതൽ എടുക്കുന്ന എപ്പോഴും നല്ലതാണ്. മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് 2 വിഷയങ്ങളുണ്ട് ഇറാനിൽ. ഒന്ന്, നമ്മൾ എണ്ണ വാങ്ങുന്ന അവിടെ നിന്നാണ്, കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടും, നമുക്ക് എത്തിക്കാനും എളുപ്പമാണ്, വെനിസ്വേലയിൽ നിന്ന് കൊണ്ടുവരുന്ന അത്രയും ദൂരമില്ല. രണ്ടാമത്തെ കാര്യം, നമ്മളവിടെ തുറമുഖമായിട്ട് ചബ്ബർ തുറമുഖം നമ്മളാണ് റെനോവേറ്റ് ചെയ്ത് നമ്മളാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയാണ്. അപ്പോൾ അങ്ങനെ ഒരു യുദ്ധം സംഭവിക്കുകയാണെങ്കിൽ നമുക്കതെല്ലാം നമ്മളെ സംബന്ധിച്ച് വലിയ നഷ്ടം സംഭവിക്കുന്നത് മാത്രമല്ല, ഇന്ത്യയും ഈ അന്താരാഷ്ട്ര തലത്തിൽ ഇറാൻ പ്രതിരോധത്തിലാവുകയും ഉപരോധങ്ങൾ ഏർപ്പെടുകയും ചെയ്ത സമയത്ത് പോലും ഇന്ത്യയാണ് പിന്തുണച്ചിരുന്ന ഒരു രാഷ്ട്രം. ഇന്ത്യ ഇറാൻ തമ്മിലുള്ള നയതന്ത്ര ബന്ധം അത്ര ശക്തമാണ്. ആ ഒരു ഘട്ടത്തിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്. അതുകൊണ്ട് ഇന്ത്യ ഈ വിഷയത്തിൽ നിശബ്ദമായിരിക്കുകയാണ്. യുദ്ധം വേണ്ട എന്ന് തന്നെയാണ് ഇന്ത്യയുടെ നിലപാട്. ഈ ഘട്ടത്തിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ചൈനയിൽ ആണവ പരീക്ഷണങ്ങൾ നടക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അതായത് ചൈനയും റഷ്യ അതുപോലെ തന്നെ ഇറാൻ എന്ന് പറയുന്ന ഒരു അച്ചുതണ്ട്, ഒരു 3-4 ലോക അച്ചുതണ്ട് ഇവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ട് എന്നുള്ള ചർച്ചകൾ നിലനിൽക്കെ തന്നെയാണ്. മാത്രമല്ല റഷ്യയും ഈ ഇറാനും ചേർന്നുള്ള സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടക്കുന്നുണ്ട്. അതിനൊപ്പം ചൈനയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ്, ശക്തിയാവുകയാണ് തീർച്ചയായും. മാത്രമല്ല ഇന്നിപ്പം പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്ന ഒരു കാര്യം, എല്ലാവരും ഇപ്പോൾ ഇറാന്റെയും അമേരിക്കയുടെയും പറയുകയാണ്, ഈ നേരം നോക്കി നൈസായിട്ട് ചൈന ആണായുധം ഉണ്ടാക്കുന്നു എന്നാണ്. കാരണം ആരും ശ്രദ്ധിക്കില്ല, ആ നേരത്തെ പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, എല്ലാവരും ഇതിന്റെ പുറകെ നടക്കുമ്പോൾ നല്ല സാധ്യതകൾ കളയാൻ പറ്റില്ല. കാരണം ഈ ചൈന ഈ പറഞ്ഞതുപോലെ ഭയങ്കര അപ്രതീക്ഷിതമായ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമാണ്. നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല, അത് സത്യമാണ്. ഇന്ത്യയായിട്ടൊക്കെ ഇപ്പം അത്ര വല്ല കുഴപ്പമൊന്നുമില്ലാത്ത ബന്ധമാണെങ്കിൽ പോലും ഇവിടെ ചൗരിലായി ഇന്ത്യയിൽ വന്ന് നെഹ്റുവിൻ്റെ അടുത്ത് ഇന്ത്യ ചീന ഭായി ഭായി എന്ന് പറഞ്ഞ് ഇവിടെ നിന്ന് വണ്ടിക്കാരോട് ചെന്നപ്പോൾ യുദ്ധം നടത്തിയവരാണ്. നമ്മളിവിടെ വളരെ സന്തോഷമായിട്ടിരുന്നപ്പോൾ അവർ യുദ്ധം ചെയ്തത്. ഇതുപോലെ എല്ലാ കാര്യങ്ങളിലും ഇവർ അപ്രതീക്ഷിത നീക്കം നടത്തുന്ന രാജ്യമാണ് ചൈന. ഏതായാലും ഇറാനും അമേരിക്കയൊക്കെ തമ്മിൽ യുദ്ധമുണ്ടായാൽ ആത്യന്തികമായി നമ്മളെപ്പോലെ രാജ്യങ്ങളെ അത് ബാധിക്കും. എണ്ണ ഒക്കെ ഒരുപാട് തരങ്ങൾ നമ്മൾ മാത്രമല്ല അത് സമാധാനക്കേട് തന്നെയാണ്, മൊത്തത്തിലുള്ള പ്രശ്നങ്ങളിലേക്ക് പോകും. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടിയന്തരമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യം ചർച്ചകൾക്കൊടുവിൽ സമവായത്തിലെത്തുക, കരാറിൽ ഏർപ്പെടുക, കരാറിൽ ഒപ്പിടുക, സുതാര്യമാവുക, കുറച്ചുകൂടി ട്രാൻസ്പെറന്റ് ആകുക എന്നുള്ളതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ. അവർ എന്താണ് ഈ ആണവ നിലയങ്ങൾ, ഈ ക്ലസ്റ്റർ ബോംബുകൾ ഇട്ടാണ് ഈ ഫോർദോ ആണവ നിലയമൊക്കെ, അതായത് ഭൂമിക്കടിയിലേക്ക് കിലോമീറ്ററുകൾ തുരന്നുകൊണ്ടാണ് അവരവിടെ ആണവ പരീക്ഷണങ്ങളും ആണവ സമ്പുഷ്ടീകരണം നടത്തിക്കൊണ്ടിരുന്നത്. അത് പുറം ലോകത്തെ അറിയിക്കാതെ മൊസാദിന്റെ ചാരന്മാരും ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളും ഉള്ളതുകൊണ്ടാണ് ഇറാൻ ഇവിടെ ഇത്രയും വലിയൊരു പദ്ധതികൾ അവിടെ നടപ്പിലാക്കുന്നുണ്ടെന്നും ആ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളുടെ നികുതി പണവും അവരെ ചൂഷണം ചെയ്യുന്ന പണം മുഴുവനും ഇത്തരത്തിലുള്ള സൈനിക ആവശ്യങ്ങൾക്കായി, അല്ലെങ്കിൽ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ മതപരമായ താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ആ മത മേലധികാരികളുടെ സംരക്ഷണ താല്പര്യങ്ങളും സംരക്ഷിക്കാൻ വേണ്ടി അവിടെ ആണവ സമ്പുഷ്ടീകരണം നടത്തുക എന്നുള്ള കാര്യം പുറലോകം അറിയുന്നത് തന്നെ ഇസ്രായേലും അമേരിക്കയുടെയും ഒക്കെ കണ്ണുകൾ ഉള്ളത് കൊണ്ടാണ്. ട്രംപിന്റെ വീട്ടിൽ ഒരാളെ വെടിവെക്കാഞ്ഞത്. അതെ അതെ, ഇന്നലെ. അതെ അതെ, അതൊക്കെ എന്താണെന്നുള്ളത് ആർക്കറിയാം. ഇന്നലെ എന്ന് പറയുമ്പോൾ ഇന്ന് പുലർച്ചെ ഇന്ത്യൻ സമയത്ത് അങ്ങനെ ഒരു വാർത്ത കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അയാളെ അപ്പൊ തന്നെ വെടിവെച്ചു തട്ടിയെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഈ ഒരു ഘട്ടം ഇത് വളരെ നിർണായകമാണ്. ഈ നിർണായകമായ ഘട്ടത്തെ എന്തായാലും അതിജീവിച്ചേ പറ്റുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ ഒരു ചർച്ച നടന്നിരുന്നു. പക്ഷെ ആ ചർച്ച എങ്ങും എത്താതെ പോയതോടുകൂടിയാണ് വീണ്ടും അർമാഡ ഉൾപ്പെടെയുള്ള യുദ്ധ കപ്പലുകൾ അവിടെ തന്നെ നിലനിൽക്കട്ടെ എന്ന് പറയുകയും കൂടുതൽ യുദ്ധവിമാനങ്ങളെ അമേരിക്കയുടെ ബേസുകളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇനിയും ഈ ഒരു തുടർന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വ്യാഴാഴ്ച വരാനിരിക്കുന്ന നയതന്ത്രം അതത്ര ശരിയായില്ല എങ്കിൽ തോക്കെടുക്കും, യുദ്ധമുണ്ടാകും എന്ന കാര്യത്തിൽ സംശയിക്കേണ്ടതില്ല.